എമ്പുരാന് മുമ്പ് റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു വെച്ച്. ആ സമയത്ത് തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. കുറേ ഫ്രണ്ട്സ് ഇങ്ങോട്ട് പറഞ്ഞു, കാര്യം തരുൺ മൂർത്തിയാണ് ഡയറക്ഷൻ, ഉറപ്പായിട്ടും എമ്പുരാന് ഒരു പടി മേളിൽ സിനിമ നിൽക്കും എന്ന് ഉറപ്പായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ പുള്ളി പറഞ്ഞ വാക്ക് പാലിച്ചില്ല. പുള്ളി നമ്മുടെ പറഞ്ഞൊരു കൊച്ചു സിനിമയാണ്, കുടുംബത്തിന്റെ മാത്രം കഥയാണ്, അത് ഇത് പ്രതീക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ളത്. ഞെട്ടിച്ചു അണ്ണൻ, ലിറ്ററലി ഞെട്ടിത്തരിപ്പിച്ച് പ്രേക്ഷകരെ അവിടെ ഇരുത്തിയിട്ട് ഒരു നല്ല തിയേറ്ററിൽ, നല്ല സൗണ്ടുള്ള, നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയിരുന്ന് കണ്ട ഞെട്ടാനുള്ള വകുപ്പ് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രധാനമായിട്ടും 3 പേരെ കുറിച്ചാണ് സിനിമയിൽ സംസാരിക്കാനുള്ളത്. ആദ്യം പ്രകാശ് വർമ്മ. പുള്ളി അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു സംവിധായകനാണ്. പുള്ളിയെക്കുറിച്ച് ഞാൻ കുറച്ച് തപ്പിയപ്പോഴാണ് ഡീറ്റെയിൽസ് കിട്ടിയത്. പുള്ളിയെക്കുറിച്ച് ഇന്നലെ മൊത്തം തപ്പി വേറെ സിനിമയിൽ വല്ല അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. കാര്യം എന്താ പെർഫോമൻസ്! പുള്ളിയെ കാണിക്കുന്ന ഫസ്റ്റ് സീൻ തൊട്ട് പുള്ളി ഒരു ലെവൽ ഇങ്ങനെ പിടിച്ച് പോയിട്ടുണ്ടല്ലോ. അവസാനമൊക്കെ ഉണ്ടല്ലോ പുള്ളി അഴിഞ്ഞാടുവാണ്. കാര്യം ലാലേട്ടനെ പോലത്തെ ഒരാള് പുള്ളിക്ക് മേളിലൊക്കെ പെർഫോം ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. വേറെ ഏത് ഇൻഡസ്ട്രിയിൽ സമ്മതിക്കും? വേറെ ആര് സമ്മതിക്കും? നായകന്റെ മേളിൽ കിടന്ന് കലക്കാൻ പറ്റുന്ന വില്ലനൊക്കെ. ഇത്ര വർഷമായി ഇതേപോലത്തെ ഒരു വില്ലൻ വന്നിട്ട്. അതായത് നമുക്ക് പേടി വരണം, നായകനെ അങ്ങേരുടെ കൂടെ വിടാൻ പേടിക്കണം. നമുക്ക് ടെൻഷൻ കയറും ഇങ്ങേരുടെ കൂടെ ലാലേട്ടൻ ഇരിക്കുമ്പം. പണി കിട്ടുമോ വല്ല പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ അധികം സംസാരിക്കുവാണെങ്കിൽ സ്പോയിലർ ആവും. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പുള്ളി ഞെട്ടിച്ചു. രണ്ടാമത് പറയേണ്ടത് തരുൺ മൂർത്തി. മച്ചാനെ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്! നിങ്ങളാണ് യഥാർത്ഥ ഫാൻ ബോയ്. കാര്യം നമ്മളൊക്കെ ഫാൻ ബോയ്സ് ആണ് ഈ മോഹൻലാലിന്റെ. കാര്യം നമുക്കൊന്നും വിന്റേജ് മോഹൻലാലിനെ വേണ്ട. നമുക്കെന്തിനാ വിന്റേജ് മോഹൻലാലിനെ? കാര്യം പുള്ളി അതിനും വേണ്ടി സിനിമകൾ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിന്റേജ് പരിപാടികൾ വേണ്ട. നമുക്ക് വേണ്ടത് ഇതേപോലത്തെ മോഹൻലാലിനെയാണ്. അങ്ങനത്തെ ഒരു മോഹൻലാലിനെയാണ് നിങ്ങൾ നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. കാര്യം ഒരു നല്ല സ്ക്രിപ്റ്റ്, നല്ല കഥാപാത്രം, നല്ല ഡയറക്ടറുടെ കിട്ടുവാണെങ്കിൽ അണ്ണൻ പെർഫോം ചെയ്യുമെന്ന് നിങ്ങൾ ഒരു തവണ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു. ഹേറ്റേഴ്സിന്റെ ഒക്കെ വായടയ്ക്കുന്ന പെർഫോമൻസ്. കാര്യം പുള്ളിനെ അത്രത്തോളം തരുൺ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പുള്ളിക്ക് ഏതൊക്കെ സ്ഥലത്താണ് പുള്ളിയുടെ സ്ട്രെങ്ത് ഏരിയ അവിടെ എല്ലാം പുള്ളി ഇട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ശോഭന കോമ്പിനേഷനും മക്കളുമായിട്ടുള്ള സീനുകളും കൂട്ടുകാരായിട്ടുള്ള സീനുകളും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് പുള്ളി ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. മച്ചാനെ, ഹാറ്റ്സ് ഓഫ്. പിന്നെ ലാലേട്ടൻ, പുള്ളിയെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ല കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ഡയറക്ടർ ആണെങ്കിൽ പുള്ളിക്ക് അഴിഞ്ഞാടാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പുള്ളി പൊളിച്ചടുക്കും. പുള്ളിക്ക് ആച്ച ഹിറ്റുകളും മറ്റേ കൊച്ചു സിനിമകൾ പരിപാടികളും വേണ്ട. പുള്ളിക്ക് ഇതേപോലത്തെ സാധനങ്ങളാണ് വേണ്ടത്. അണഞ്ഞെട്ടിച്ച് തരിപ്പിച്ചിട്ടുണ്ട്. കുറെ നാളായി ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിങ്ങനെ കണ്ണെടുക്കാതിരുന്നിട്ട് പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് അറിയാതെ കൈയടിച്ചു പോയത്. പുള്ളിയുടെ സ്റ്റണ്ടും പരിപാടികളും ഒരു ജനലിന്റെ ഇടയിൽ കൂടെ ചാടി വരുന്ന സീനിലേക്ക് ഉണ്ടല്ലോ, അറിയാതെ വിസിലടിച്ചു പോകും. ആ രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിൽ കുറെ ആക്ടേഴ്സ് ഉണ്ട്. പുതിയതും അറിയുന്നതും അറിയാത്തതുള്ള കുറെ ആക്ടേഴ്സ്. ഇതിൽ പ്രധാന കഥാപാത്രം ബിനു പപ്പു ചെയ്തിട്ടുണ്ട്. തുടക്ക സമയത്തൊക്കെ ആ ക്യാരക്ടർ അത്യാവശ്യം നന്നായിട്ട് വന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ വെച്ച് പലപ്പോഴും ഒരു കൈവിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. ആ ക്യാരക്ടറിന് മാത്രം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ കാണിച്ച ഒരു പരാതി എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ശോഭന മോഹൻലാൽ കോമ്പിനേഷൻ നല്ല ഭംഗിയായിരുന്നെങ്കിലും ശോഭനയ്ക്ക് എന്ന് പറഞ്ഞാൽ ആക്ടർക്ക് കുറച്ചുകൂടി നല്ല റോള് അല്ലെങ്കിൽ എന്തെങ്കിലും അവസാനം ചെയ്യാനൊരു ഓപ്ഷൻ കൊടുക്കും എന്ന് അവസാനം വരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച രീതിയിൽ ശോഭനയ്ക്ക് ഒരു സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓവറോൾ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷുവർ ഷോട്ട് ഹിറ്റാണ്. പടം ഇന്നലെ കണ്ടതാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്പോയിലർ ആവുമോ എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്നലെ റിവ്യൂ ഇടായിരുന്നത്. മസ്റ്റ് വാച്ച് മൂവി. തിയേറ്ററിൽ തന്നെ കാണണം, നല്ല തിയേറ്ററിൽ കാണണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ട അഭിപ്രായങ്ങൾ പറ. അപ്പം ഓക്കെ.